മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരിയേറെ ദുഃഖം നിറഞ്ഞ മനസ്സുകളോടുകൂടെ, വേദന നിറഞ്ഞ ആകുലത നിറഞ്ഞ മനസ്സുകളോടുകൂടിയാണ് നമ്മളിൽ പലരും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉറ്റവർ, ഉടയവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെടുന്ന സകലരും ഇന്ന് ആശുപത്രികളിലും ഭവനങ്ങളിൽ ഏകാന്തതയിലും രോഗത്തിന് പിടിപെട്ട് ഒത്തിരിയേറെ വേദനയോടുകൂടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിച്ചു, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ജീവിത സൗകര്യങ്ങളും സാധ്യതകളുമുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കുകയില്ല. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്, ലോകത്തിന് മുമ്പിൽ ഞാൻ അറിയപ്പെടുന്നവനാണ്, ഞാൻ അംഗീകരിക്കപ്പെടുന്നവനാണ്. പക്ഷേ ഇന്ന് ഞാൻ ഒന്നുമല്ല എന്ന ഒരു തിരിച്ചറിവ് നമ്മളെ വല്ലാതെ വേട്ടയാടുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. 3 കാര്യങ്ങളാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടത്. ന്യായം പ്രവർത്തിക്കുന്നവരാകുക, നീതിയിൽ ജീവിക്കുന്നവരാകുക, നിഷ്കളങ്കരായിരിക്കുക. നിങ്ങൾ ന്യായം പ്രവർത്തിക്കുമ്പോൾ, നീതിയിൽ ജീവിക്കുമ്പോൾ, നിഷ്കളങ്കരായിരുന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. എത്രയോ സമ്പത്തുണ്ടായിക്കൊള്ളട്ടെ, ജോലി സാധ്യതകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ബിസിനസ് മേഖലകൾ ഉന്നതിയിലുണ്ടായിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിൽ ന്യായമില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നീതിയില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കതയില്ലെങ്കിൽ എല്ലാം ശൂന്യമായി പോകും. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം.